ഈ പരിപാടിയിൽ അധ്യക്ഷത വഹിക്കുന്നത് നമ്മുടെ പ്രിയങ്കരനും ശ്രീ PA മുഹമ്മദ് റിയാസ് പൊതുമരാമത്ത് എന്ന് ഞാൻ ഉദ്ദേശിക്കുന്നില്ല. നമ്മുടെ നീലേശ്വരത്തിന്റെ സമഗ്ര വികസനത്തിൽപ്പെട്ട അധ്യക്ഷൻ ശ്രീ M രാജഗോപാലൻ അവർകളെ ബഹുമാനപൂർവ്വം അദ്ദേഹത്തിന്റെ അഭാവത്തിൽ ബഹുമാനപൂർവ്വം സ്വാഗതം ചെയ്യുകയാണ്. മുനിസിപ്പാലിറ്റി 3 പാലം സജ്ജമായിട്ടുണ്ട്. അപ്പോഴേക്കും ഒരു 1-2 പാലം നിർമ്മാണ പ്രവൃത്തി കൂടി ഉദ്ഘാടനം ചെയ്യാൻ കഴിയുമെന്ന് ഈ നാടിന്റെ ചിരകാല അഭിലാഷമാണ് ഇവിടെ യാഥാർത്ഥ്യം. ഇന്ത്യയിൽ ആദ്യമായി വീട്ടമ്മമാർക്ക് പെൻഷൻ പ്രഖ്യാപിച്ച സംസ്ഥാനം നമ്മുടെ കേരളമാണ് എന്ന് വളരെ അഭിമാനത്തോടെ നമുക്ക് പറയാൻ വേണ്ടി സാധിക്കും. മറ്റ് സാമൂഹിക പെൻഷൻ ഒന്നും കിട്ടാത്ത 33 ലക്ഷത്തോളം വരുന്ന വീട്ടമ്മമാർക്ക് 1000 രൂപ ഇനി മാസം ലഭ്യമാകും. ഭർത്താക്കന്മാർ എത്ര സ്നേഹമുണ്ടെങ്കിലും ചില സ്വന്തം ആവശ്യത്തിന് കൈനീട്ടുക എന്ന് പറഞ്ഞാൽ ഒരു പ്രശ്നമാണ്. ഇനി കേരളത്തിലെ സ്ത്രീകൾക്ക് അതിന്റെ ആവശ്യമില്ല. സർക്കാർ എല്ലാ മാസവും പെൻഷനായി കൈകളിലെത്തിക്കും. ഇത് മാത്രമാണോ? സ്ത്രീ സുരക്ഷയുടെ ഭാഗമായി ലോകത്തിന് മാതൃകയാകാവുന്ന ഈ പ്രഖ്യാപനം മാത്രമല്ല, കേരളത്തിൽ 60 ലക്ഷത്തോളം വരുന്നവർ ക്ഷേമ പെൻഷൻ വാങ്ങുന്നുണ്ട്. 2016 ശ്രീ പിണറായി വിജയൻ കേരളത്തിന്റെ മുഖ്യമന്ത്രിയാകുമ്പോൾ LDF സർക്കാർ അധികാരത്തിൽ വരുമ്പോൾ 600 രൂപ ആയിരുന്നു ക്ഷേമ പെൻഷൻ. പിന്നീട് കൂട്ടി 1600 ഇപ്പോൾ അത് 2000 രൂപ മാസം ഇനി ക്ഷേമ പെൻഷനായി കേരളത്തിൽ ജനങ്ങളുടെ 60 ലക്ഷം വരുന്ന മനുഷ്യരുടെ കൈകളിലെത്തും. യുവജനങ്ങൾക്ക് സ്കോളർഷിപ്പ് ഇന്ത്യയിൽ ഒരു സംസ്ഥാനത്തും ഇല്ലാത്ത നിലയിൽ 1000 രൂപ മാസം തൊഴിൽ കണക്ടിവിറ്റിയുടെ ഭാഗമായി സ്കോളർഷിപ്പ് നൽകാൻ തീരുമാനിക്കുന്നു. തുടങ്ങി നിരവധി പ്രഖ്യാപനങ്ങൾ. ഒരു ഭാഗത്ത് ജനക്ഷേമ പ്രവർത്തനങ്ങൾ, മറുഭാഗത്ത് വികസന പ്രവർത്തനങ്ങൾ. ഇവ രണ്ടും കേരളം ഇന്ന് വരെ കാണാത്ത നിലയിൽ അത്ഭുതകരമാം വിധം ശ്രീ പിണറായി വിജയൻ നയിക്കുന്ന സർക്കാരുകൾ കേരളത്തിൽ നടപ്പിലാക്കി വരുന്നു. അതിൽ മുൻപന്തിയിൽ നിൽക്കുന്ന ഒരു നിയോജക മണ്ഡലമാണ് തൃക്കരിപ്പൂർ നിയോജക മണ്ഡലം എന്നുള്ളത് വളരെ സന്തോഷത്തോടു കൂടി ഇവിടെ പങ്കുവെക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. അതിന് നേതൃത്വം കൊടുക്കുന്ന ഇവിടുത്തെ MLA-ക്കൊപ്പം നിൽക്കുന്ന എല്ലാവരെയും പ്രത്യേകം അഭിനന്ദിച്ചുകൊണ്ട് നിർത്തുകയാണ്. എല്ലാവർക്കും നന്ദി, അഭിവാദ്യങ്ങൾ. കോൺട്രാക്ടർ, വേദിയിലും സദസ്സിലുമുള്ള ബഹുമാന്യരെ, പ്രിയപ്പെട്ടവർ എല്ലാവരുടെയും നമുക്ക് ഇവിടെ മുനിസിപ്പാലിറ്റി തന്നെ അപ്പുറത്തെ പാലം ഉദ്ഘാടനം ചെയ്യാൻ ബാക്കിയുണ്ട്. സർക്കാരിന്റെ കാലത്ത് ഏറ്റവും കൂടുതൽ വികസന പ്രവർത്തനങ്ങൾ നടന്നിട്ടുള്ള ഒരു മുനിസിപ്പാലിറ്റിയാണ് നീലേശ്വരം.